ഹലോ ഫ്രണ്ട്സ്, മുസ്താനൊരു ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പോൾ നമുക്ക് മുസ്താനൊരു ചെറിയൊരു ഗിഫ്റ്റ് പാക്കിങ് കാണാം. ഞങ്ങൾ മുസ്താന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഓൾറെഡി പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ക്ലാസ് ഏത് ക്ലാസ്സാണ് ഇപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഏത് ക്ലാസ് ആയാലും ആ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കില്ലേ, അതേപോലെ ഞങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളും കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലാനിങ് നീട്ടി അവസാനം പരീക്ഷ വരെ ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ മാത്രമല്ല കേട്ടോ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ നിറച്ച് മുട്ടായിയാണ്. ആകെ ബ്ലാക്കും ബ്ലൂവും റെഡും പെന്നും മാത്രമേ മുട്ടായി ഇല്ലാത്തുള്ളൂ. ഭയങ്കര ഡെക്കറേഷനാണ്. ഒക്കെ നല്ല അടിപൊളിയായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലേ. അത് നിങ്ങൾ ആദ്യം കണ്ടല്ലോ അല്ലേ. അപ്പോൾ കുഴപ്പമില്ല അല്ലേ, ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വേറെ 2 കുട്ടികളും കൂടി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. മദ്രസത്തെ ഞങ്ങൾ 3 ആളും പാടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരെന്നോട് പാക്ക് ചെയ്യാൻ തന്നു, ഞാൻ പാക്ക് ചെയ്യുന്നു. മദ്രസ പരീക്ഷയാണ്, തലേന്ന് ഇങ്ങനെ പാക്ക് ചെയ്യാണ്. മദ്രസ പരീക്ഷ പിറ്റേ ദിവസം ഞാനാണ് തലേന്ന് ഇരുന്ന് പാക്ക് ചെയ്യുക. തലേ വൈബ്. എന്നിട്ട് പരീക്ഷയ്ക്കൊന്നും കിട്ടിയിട്ടുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ് കൊടുക്കാൻ. ഹായ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഉസ്താദിന് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് നമ്മൾ ഈ പറഞ്ഞതാരെന്നറിയോ, ഇതാണ് എൻ്റെ ഫ്രണ്ട് സെൻഹ. പിന്നെ ഇത് അമ്മയാട്ടോ. പിന്നെ ഞങ്ങൾ ഉസ്താദിനെ വിളിച്ചെൻ്റെയാണ്, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചണല്ലോ. അപ്പോൾ ഉസ്താദിനെ വിളിച്ചെൻ്റെലും എല്ലാതും ഭയങ്കര കൃത്യമായി നടക്കുന്നുണ്ട്. ഞങ്ങളെ ഫുള്ള് പ്ലാനിങ് ആണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാലോ അല്ലല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയണില്ല. ആകെ കോളായി, എനിക്ക് വയ്യ. ഞാൻ ആകെ ചമ്മി. പിന്നെ ഉസ്താദിനെ കൊടുത്തു, നമ്മൾ ഉസ്താദല്ലേ, ഉസ്താദിനെ കൊടുത്തു. ഉസ്താദ് പൊട്ടിച്ചൊക്കെ ചെയ്തു. അതിൻ്റെ ഇത് പാക്കിങ്ങിൻ്റെ അവസ്ഥ അടിപൊളി ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മദ്രസയിൽ നിന്ന്. ഞങ്ങൾ അന്ന് പണിമുടക്കിടെയാണ്, വ്യാഴാഴ്ചയെന്ന്. അതുകൊണ്ട് എനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നു, പക്ഷേ ബസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അനിയത്തിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോയി. ഓൾക്കാണെങ്കിൽ ഞാൻ ഒപ്പം വേണം. പിന്നെ ഇതാണ് നിങ്ങളുടെ നാട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.